ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 4-5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി ഒരു മിക്സീൻ്റെ ജാറിലോട്ട് 4 സപ്പോട്ട കഴുകി വൃത്തിയാക്കി തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 250 ml പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതേസമയം ഞാൻ മറ്റൊരു പാത്രത്തിൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇപ്പോൾ നമ്മളെ പാലും നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കുവിൻ്റെ പേസ്റ്റും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് ഒരു അരിപ്പയിലൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ചൈന ഗ്രാസിൽ ചിലപ്പം ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സപ്പോട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബൂസ്റ്റ് കൊണ്ട് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി തണുപ്പിച്ചിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.